ഹലോ ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈലം കോഡേറ്റയിലെ സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്ന ക്ലാസ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം ഫൈലം കോഡേറ്റയിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ക്ലാസ് ആണെന്ന് പറയുന്നത് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണുള്ളത്, എളുപ്പം തന്നെ നമുക്ക് പഠിച്ചു തീർക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്? സൈക്ലോസ്റ്റൊമാറ്റയിലെ മെമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ എക്ടോ പാരസൈറ്റ്. എന്താണ് ഇവ? എക്ടോ പാരസൈറ്റുകൾ എന്നാണ് പറയുന്നത്. എന്താണ് എക്ടോ പാരസൈറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ അതാദ്യം പറയാം. എന്താണ് പാരസൈറ്റ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഏതെങ്കിലും ലിവിങ് ഓർഗാനിസത്തിൻ്റെ പുറത്ത്, അതിന് നമ്മൾ ഹോസ്റ്റ് ഓർഗാനിസം എന്ന് പറയും. ഏതെങ്കിലും ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ അകത്തോ അല്ലെങ്കിൽ പുറത്തോ ആയിട്ട്, ഇൻസൈഡായിട്ടോ ഔട്ട്സൈഡായിട്ടോ ആ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ എന്താണ് ന്യൂട്രിയൻസും കാര്യങ്ങളും വലിച്ചെടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമ്മൾ എന്ന് പറയും പാരസൈറ്റ് എന്ന് പറയും. ഒരു ഉദാഹരണം പറയുന്നത് തലയിൽ വളരുന്ന പേന്. അപ്പോൾ പേൻ എന്താ ചെയ്യുന്നത്? തലയിലുള്ള സർഫസിലുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും വലിച്ചെടുത്ത് എന്ത് ചെയ്യും? അങ്ങ് ജീവിച്ചു പോകും അല്ലേ. അപ്പോൾ അതെന്താണ്? നമ്മുടെ വെളിയിലാണ് ഹോസ്റ്റ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യനാണ്. മനുഷ്യൻ്റെ ഔട്ടർ സർഫസിലാണ് ഈ പെയിൻ വളരുന്നത് അല്ലേ. എന്നാൽ മനുഷ്യൻ്റെ ഇപ്പോൾ കുടലിനകത്ത് കാണുന്ന വിരകൾ അതെന്താ ചെയ്യുന്നത്? അതും ഇതുപോലെ എന്താണ് മനുഷ്യൻ്റെ കുടലിനകത്ത് കാണുന്ന ന്യൂട്രിയൻസ് കാര്യങ്ങൾ വലിച്ചെടുത്ത് ജീവിച്ചു പോകുന്നു. അപ്പോൾ അതും ഒരു പാരസൈറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ അകത്ത് ജീവിക്കുന്ന തരത്തിലുള്ള പാരസൈറ്റിന് നമ്മൾ എൻഡോ പാരസൈറ്റ് എന്ന് പറയും. പുറത്ത് ജീവിക്കുന്ന തരത്തിലുള്ള പാരസൈറ്റിന് നമ്മൾ എക്ടോ പാരസൈറ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ് എൻഡോ പാരസൈറ്റ്, എന്താണ് എക്ടോ പാരസൈറ്റ് എന്ന് ക്ലിയർ ആയാലോ? അപ്പോൾ ഇവിടെ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പാരസൈറ്റുകൾ, അതായത് എക്ടോ പാരസൈറ്റുകൾ ഇവിടെ ഏത് തരത്തിലുള്ള ഫിഷസിൻ്റെ പുറത്തായിരിക്കും എക്ടോ പാരസൈറ്റുകൾ കാണുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് എക്ടോ പാരസൈറ്റ്. ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് ഗിൽ സെറ്റുകളുടെ പ്രത്യേകത. അപ്പോൾ എന്താണ്? അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഫൈലം കോഡേറ്റയുടെ ഒരു വലിയൊരു സ്ട്രൈക്കിംഗ് ഫീച്ചർ തന്നെയാണ് പ്രസൻസ് ഓഫ് എന്തെന്ന് പറയുന്നത്, ഗിൽ സെറ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം സൈക്ലോസ്റ്റൊമാറ്റ ഒരു കോഡേറ്റിക് എക്സാമ്പിൾ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്ത് കാണും? ഒബ്വിയസ്ലി അതിനകത്ത് ഗിൽ സെറ്റുകൾ കാണും. ഗിൽ സെറ്റുകളുടെ ഫംഗ്ഷൻ എന്തിനാണ്? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. റെസ്പിറേഷന് വേണ്ടിയാണ് അല്ലേ. എന്താണ്? റെസ്പിറേഷന് വേണ്ടിയാണ് ഗിൽ സെറ്റുകൾ കാണുന്നത്. ഇനി ഇവിടെയുള്ള ഗിൽ സെറ്റുകളുടെ എണ്ണം 6 തൊട്ട് 15 പെയറുകൾ വരെയാണ് ഗിൽ സെറ്റുകൾ ഇവിടെ കാണുന്നത്, സൈക്ലോസ്റ്റൊമാറ്റയുടെ അകത്ത് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡിയുടെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത വെച്ചാൽ എന്താണ്? വലിച്ചു തെറ്റിയ ബോഡി പോലെ ഒരു സിലിണ്ടറിക്കൽ ടൈപ്പോ അല്ലെങ്കിൽ ഒരു എലോങ്ങേറ്റഡ് ബോഡി ടൈപ്പാണ് ഇതിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇനി തേർഡ് പോയിന്റ്, ഞാൻ ഓരോ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഓരോ ഫയലുകൾ പഠിപ്പിക്കുമ്പോൾ ഓരോ സ്ട്രൈക്കിംഗ് ഫീച്ചർ പറയാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഫൈലത്തിന് ഏതെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് ഫീച്ചർ, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിരിക്കും നമുക്ക് തരുന്നത്. എന്നിട്ട് പറയും ഇതിൽ ഏത് ഫൈലത്തിലെ മെമ്പറിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ്. അങ്ങനെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഫൈലത്തിൻ്റെയും സ്ട്രൈക്കിംഗ് ഫീച്ചർ എടുത്തെടുത്ത് നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ട് തന്നെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ സൈക്ലോസ്റ്റൊമാറ്റയുടെ കേസിലുള്ളൊരു സ്ട്രൈക്കിംഗ് ഫീച്ചറാണ് ഇതെന്ന് പറയുന്നത്, പ്രസൻസ് ഓഫ് എ സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്. ഓക്കെ, അതായത് സൈക്ലോസ്റ്റൊമാറ്റയുടെ മെമ്പേഴ്സിന് എന്തില്ല? താടി എല്ലുകളില്ല, ജോ ബോൺ അഥവാ ജോസ് ഇല്ല. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ്? ഇവർക്ക് വട്ടത്തിലുള്ള സർക്കുലർ ആയിട്ടുള്ള സക്ക് ചെയ്യുന്ന രീതിയിലുള്ള, വലിച്ചെടുക്കുന്ന രീതിയിലുള്ള മൗത്താണ് ഇവർക്ക് ഉള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയും ചോദിക്കാം, ജോലസ് ആയിട്ടുള്ള കോഡേറ്റിക് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കാം. ജോലസ് ആയിട്ടുള്ള കോഡേറ്റിക് എക്സാമ്പിൾ ഏതാണ്? നമ്മുടെ സൈക്ലോസ്റ്റൊമാറ്റ. അപ്പോൾ മറന്നുപോലെ ജോലസ് ആയിട്ടുള്ള കോഡേറ്റിക് എക്സാമ്പിൾ ഏതാണ്? സൈക്ലോസ്റ്റോമുകളാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നെക്സ്റ്റ് നാലാമത്തെ പോയിന്റായിട്ട് പറയുന്നത് സൈക്ലോസ്റ്റൊമാറ്റയുടെ പടം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ സൈഡിൽ ഒരു ജോലസ് ആയിട്ടുള്ളൊരു വെർട്ടിബ്രേറ്റേക്ക് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പെട്രോമൈസിൻ. നമ്മുടെ സൈക്ലോസ്റ്റൊമാറ്റിക് എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാം. ഈ ഒരു സിലിണ്ടറിക്കൽ ടൈപ്പ് ബോഡി അല്ലെങ്കിൽ ഒരു എലോങ്ങേറ്റഡ് ടൈപ്പ് ബോഡിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ, കണ്ടാൽ മീനിനെ പോലെ ഇരിക്കും, പക്ഷേ മീനിനെ കാണുന്നൊരു വലിയൊരു പ്രത്യേകത എന്താണ്? അതിൻ്റെ ചെതമ്പലുകൾ കാണും അല്ലേ. പക്ഷേ ഇതിനെന്തില്ല? ചെതമ്പലുകളില്ല. ഓക്കെ, അതായത് സ്കെയിലുകളില്ല. അപ്പോൾ അതാണ് നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്നത്. എന്താണ്? ഓർത്ത് വെക്കേണ്ട പോയിൻ്റാണ്. അതായത് ദർ ബോഡി ഈസ് ഡിവോയ്ഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയർഡ് ഫിൻസ്. ഇതിനെന്തില്ല? സ്കെയിലില്ല. അതുപോലെ എന്താണ്? ഇവർക്ക് ഫിൻസും ഇല്ല. ഇവർക്ക് സൈഡിലിങ്ങനെ ചിറക് പോലത്തെ ഒരു സാധനം കാണുള്ളൂ, അതും ഇവർക്ക് ഇല്ല. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവരുടെ ക്രേനിയവും, തലയോട്ടി എന്ന് പറയുന്നത് അറിയാലോ, സ്കള്ള്. ഓക്കെ, അതുപോലെ തന്നെ വെർട്ടിബ്രൽ കോളം എന്നാണ് നട്ടല്. ഇത് രണ്ടും എന്താണ്? കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കുക, കാർട്ടിലേജിൻ്റെ സാധനം വെച്ചാൽ എന്താണ്? കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമ്മുടെ എല്ലാം എന്താണ്? ബോണുകൾ കൊണ്ട്, എല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലല്ലേ. എന്നാൽ എന്താണ് നമ്മുടെ ഈ കേസിലേത്? സൈക്ലോസ്റ്റോമുകളുടെ എല്ലാം ക്രേനിയവും വെർട്ടിബ്രൽ കോളവും എല്ലാം എന്താണ്? കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത് ഇവരുടെ സർക്കുലേഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ് ഇനി അടുത്ത പോയിന്റ് പറയുന്നത്. അതായത് ഇവരുടേത് ക്ലോസ്ഡ് ടൈപ്പായിട്ട് സർക്കുലേഷൻ സിസ്റ്റമാണ് ഇവർക്കുള്ളത്. CC എന്നാണ് ഞാൻ എപ്പോഴും ഷോർട്ട് ഫോമിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവർക്ക് എന്താണ്? CC ആണുള്ളത്, അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റമാണ് ഇവർക്ക് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത?
അപ്പോൾ ഡയറക്റ്റായിട്ട് ബ്ലഡ് എന്താണ് ചുമ്മാ ഇങ്ങനെ പമ്പ് ചെയ്ത് വിടുമല്ല. എന്താണ് ബ്ലഡ് എങ്ങനെയാണ് ബ്ലഡ് വെസൽ വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, പലതരത്തിലുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട് അല്ലേ, ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് പലതരത്തിലുള്ള കാപ്പിലറീസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ബ്ലഡ് വെസൽസ് കാണും. അതുവഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, പമ്പ് ചെയ്ത് വിടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ക്ലോസ് ടൈപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്, സൈക്ലോസ്റ്റോമുകളുടെ പ്രത്യേകത ഇവ മെറൈനാണ്. അപ്പോൾ എന്താണ്, കടലിലാണ്, കടൽ ജീവികളാണ്, കടലിലാണ് കാണുന്നത്. പക്ഷേ ഇവ എന്താണ്, ഫ്രഷ് വാട്ടറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട് എപ്പോൾ. അതാണ് അവിടുത്തെ സ്ട്രൈക്കിംഗ് പോയിന്റ്. സ്പോണിങ്ങിന് വേണ്ടി മാത്രം. സ്പോണിങ് എന്ന് വെച്ചാൽ എന്താണ്, മുട്ടയിടാൻ വേണ്ടി, ഫോർ ലേയിങ് എഗ്സ്. എന്താണ്, എഗ്ഗ് ലേ ചെയ്യാൻ വേണ്ടി, ലേയിങ് എഗ്സ്, അതിനാണ് എന്തെന്ന് പറയുന്നത്, സ്പോണിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മുട്ടയിടാൻ വേണ്ടി മാത്രം, ഈ മീനുകൾ മുട്ടയിടാൻ വേണ്ടി മാത്രമാണ് ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നത്. അല്ലാത്ത പക്ഷം എപ്പോഴും എന്തായിരിക്കും, എവിടെ ആയിരിക്കും കാണുന്നത്, കടലിലായിരിക്കും കാണുന്നത്. ഇനി മുട്ടയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിന് ആയുസ് കാണത്തില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും, ചത്തുപോകും. അപ്പോൾ എന്താണ്, അപ്പോൾ ആഫ്റ്റർ സ്പോണിങ് വിതിൻ എ ഫ്യൂ ഡേയ്സ് എന്താണ്, ദേ ഡൈ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ പ്രത്യേകത ഇവ എന്താണ്, ലാർവേ സ്റ്റേജ് ഉള്ള ആളുകളാണെന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഡെവലപ്മെൻ്റ് ആയിരിക്കും ഉള്ളത് അല്ലേ. നമ്മൾ ഓൾറെഡി ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്താണ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്താണെന്നെല്ലാം നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലെ ഫൈലത്തിലെല്ലാം നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പം ഇവരുടെ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റേജിൽ എന്ത് കാണും, ഒരു ലാർവൽ സ്റ്റേജ് ഇവർ കടന്നു പോകുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്, ഇവരുടെ ലാർവ എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റാമോർഫോസിന് ശേഷം, കറക്റ്റ് ലാർവൽ സ്റ്റേജിന് ശേഷം, ആദ്യം എഗ് സ്റ്റേജ് ആയിരിക്കും, ആദ്യം എഗ്ഗ്, പിന്നെ അതിനുശേഷം അത് മുട്ട വിരിഞ്ഞ് ലാർവയായിട്ട് മാറും. ലാർവ ആയി അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ മെച്ചുറായി കഴിയുമ്പോഴത്തേക്കാണ് ലാസ്റ്റത്തെയുള്ള ഫൈനൽ ഫോം, ആ ഫൈനലായിട്ടുള്ള എന്താണ്, സൈക്ലോസ്റ്റോമുകൾ ഫോർമാറ്റായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാർവയും ഫൈനൽ സ്റ്റേജും തിരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകത്തില്ല, ഇത് തന്നെ ഈ ആളായിരുന്നു, ഈ സൈക്ലോസ്റ്റോം നമ്മുടെ ഈ ലാർവയാണോ ഈ സൈക്ലോസ്റ്റോമായിട്ട് മാറിയത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാറ്റഗറീസ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് ഓഫ് കൺവേർഷനെ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു കുഞ്ഞും ആ അഡൾട്ടും തമ്മിൽ എന്താണ്, വളരെ വ്യത്യാസമുണ്ട് ഫിസിക്കൽ ഫീച്ചേഴ്സിൽ. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ മനസ്സിലാവുന്നുണ്ടോ, ആ ലാർവൽ സ്റ്റേജിൽ നിന്നും ആ ഒരു ഫൈനൽ ആയിട്ടുള്ള ആ ഒരു അഡൾട്ട്, മെച്യൂർഡ് ആയിട്ടുള്ള ഒരു അഡൾട്ടായിട്ട് മാറുന്ന ആ എൻ്റയർ പ്രോസസ്സിനാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ആ പ്രോസസ്സിനെ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു മെച്യൂറേഷൻ പീരിയഡ് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ബട്ടർഫ്ലൈസിലായിക്കോട്ടെ, ഫ്രോഗ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, മെറ്റാമോർഫോസിന് എക്സാമ്പിളാണ്. ഓക്കെ സോ ഈ ഒരു സൈക്ലോസ്റ്റോമുകളുടെ ലാർവ എന്താണ്, മെറ്റാമോർഫോസിന് വിധേയമാകും. അതിനുശേഷം എന്തായിട്ട് മാറും, അത് കംപ്ലീറ്റ് ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള സൈക്ലോസ്റ്റോമുകളായിട്ട് നിൽക്കും. അത് അങ്ങനെ ആയതിനു ശേഷം തിരിച്ചെന്ത് ചെയ്യും, അത് കടലിലോട്ട് തന്നെ പോകും. ഓക്കെ, അപ്പോൾ എഗ്ഗ് എന്തായിട്ട് മാറും, എഗ്ഗ് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ എവിടെ നിൽക്കുന്നത്, ഫ്രഷ് വാട്ടറിലാണ് ഈ കഥ മൊത്തം നടക്കുന്നത് അല്ലേ. ഫ്രഷ് വാട്ടറിലാണ് എഗ്ഗ് ഇപ്പോൾ ലേ ചെയ്തിട്ടേക്കുന്നത് അല്ലേ. അവിടെ നിന്ന് അത് എന്തായിട്ട് മാറും, ലാർവയായിട്ട് മാറും അല്ലേ. ലാർവ ആയതിനു ശേഷം എന്ത് ചെയ്യും, അപ്പോൾ അതെന്ത് ചെയ്യും, മെറ്റാമോർഫോസിസ് വഴി എന്ത് സംഭവിക്കും, അത് അഡൾട്ടായിട്ട് മാറും അല്ലേ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സൈക്ലോസ്റ്റോമായിട്ട് മാറും. അഡൾട്ടായി മാറിയതിന് ശേഷം എന്ത് ചെയ്യും, തിരിച്ചത് എങ്ങോട്ട് പോകും, ഓഷ്യനിലേക്ക്, അതായത് മെറൈനിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ അത് ഫ്രഷ് വാട്ടറിലേക്ക്, പിന്നീട് എങ്ങോട്ട് പോകും, ഓഷ്യനിലേക്ക് പോകും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറഞ്ഞ സൈക്ലോസ്റ്റോമുകളുടെ ഫീച്ചേഴ്സ്. ഓക്കെ, എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, രണ്ട് എക്സാമ്പിളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഒന്ന് പെട്രോമൈസിൻ, അതിൻ്റെ കോമൺ നെയിമാണ് ലാംബ്രേ. പിന്നെ മൈക്സിൻ, എൻ്റെ കോമൺ നെയിമാണ് ഹാക്ഫിഷ്. ഓക്കെ, എക്സാമ്പിളിൽ മസ്റ്റായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, സോ ഇതാണ് സൈക്ലോസ്റ്റോമുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ സൈക്ലോസ്റ്റോമിന് വളരെ ചുരുങ്ങിയ ഫീച്ചേഴ്സ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, എക്ടോ പാരസൈറ്റുകളാണ്. പിന്നെ എന്താണ്, ഇതിന് ഗിൽസ്ലിറ്റുകളുണ്ട്, 6 തൊട്ട് 15 വരെയുള്ള ഗിൽസ്ലിറ്റുകളുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്തായിരുന്നു, ഇത് ജോലസ് കോർഡേറ്റുകളാണ്. അതായത് ഇവർക്ക് സക്കിങ് സർക്കുലർ മൗത്താണ് ഇവർക്കുള്ളത്. പിന്നെ ഇവർക്ക് ചെതമ്പലുകളോ സ്കെയിൽസോ ഫിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവരുടെ ക്രേനിയവും വെർട്ടിബ്രൽ കോളും എല്ലാം കാർട്ടിലേജുകൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നെ ഇവരുടെ CC ആണ്, അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കുലറി സിസ്റ്റമാണ് ഇവർക്കുള്ളത്. പിന്നെ ഇവർ മുട്ടയിടുന്ന സമയത്ത് മാത്രമായിരിക്കും ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നത്. അല്ലാത്ത ഇവരെല്ലാം എന്താണ്, കടലിൽ മെറൈൻ ആയിരിക്കും ഇവർ. മുട്ടയിട്ടതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം ചത്തുപോകും. പിന്നെ മുട്ട ഇട്ടതിന് ശേഷം അത് ലാർവയായിട്ട് മാറും. ലാർവയ്ക്ക് ശേഷം അത് മെറ്റാമോർഫോസിസ് വഴി ഫൈനലായിട്ടുള്ള അഡൾട്ടായിട്ട് മാറും. അഡൾട്ടായി മാറിയതിന് ശേഷം അത് എങ്ങോട്ടേക്ക് തിരിച്ചു പോകും, മെറൈനിലോട്ട്, കടലിലേക്ക് തിരിച്ച് പോകും. 2 എക്സാമ്പിൾസ് പറഞ്ഞു, പെട്രോമൈസിനും മൈക്സിനും. ഇതാണ് എക്സാമ്പിൾസ്.